إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر لا إله إلا الله أكبر الله أكبر ولله الحمد. عيدكم مبارك تقبل الله منا ومنكم. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآل كل وصحابة الفائزين برضا الله أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധവും പാവനവുമായ ബറക്കത്ത് നിറഞ്ഞ ഒരു നാൾ അള്ളാഹു നമുക്ക് എത്തുപടി തന്നത്. വീണ്ടും വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കരുത് ചൊല്ല അർത്ഥമുള്ള വീണ്ടും നമുക്ക് അള്ളാഹു അനുഗ്രഹവും ബറക്കത്തോടു കൂടെ തിരിച്ച് എത്തുപാട്ടേക്ക് അള്ളാഹു നമ്മൾ ശുക്ർ ചെയ്യാം. പരിശുദ്ധമായ വലിയ പെരുന്നാൾ നാള് ചൊല്ലുമ്പോൾ അതിനെ സംബന്ധിച്ചിട്ട്, വലിയ പെരുന്നാളെ സംബന്ധിച്ചിട്ട് ഇമാമിങ്ങൾ നമുക്ക് വഴിപാട്ടത് ആളമുൽ അയ്യാമി ഹുറുമ, നാളുകളെ പൈക്കി അത്യുന്നതമായ ബഹുമാനമുള്ള, നാളുകളെ പൈക്കി അത്യുന്നതമായ ബഹുമാനമുള്ള വലിയ മഹത്വമുള്ള നാളുകൊണ്ടാണ് പരിശുദ്ധമായ വലിയ പെരുന്നാളിനെ സംബന്ധിച്ചിട്ട് ഇമാമിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളത്. അത്രയും മഹത്വമുള്ള പകലുകളെ പൈക്കി വലിയ ശ്രേഷ്ഠമായ ഒരു പകലായ നാളായ വലിയ പെരുന്നാൾ വലിയ അനുഗ്രഹത്തെ നാളായിരിക്കും. ബഹുമാനാണ് ചൊല്ലുമ്പോൾ എല്ലാം കൂടി അടങ്ങിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാളിനെ ബഹുമാനിക്കല്. നിഅമത്തുകളും റഹ്മത്തുകളും മഗ്ഫിറത്തുകളും എല്ലാ നിലക്കുള്ള സന്തോഷങ്ങളെ കൊണ്ടിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിക്കല്. കൂട്ടത്തിൽ നിങ്ങൾ നിസ്കരിക്കേണ്ട നിസ്കാരം, പരിശുദ്ധമായ ഈ വലിയ പെരുന്നാളിൽ നിങ്ങൾ നിസ്കരിക്കണമെങ്കിൽ ഈ നിസ്കാരം അത് സുന്നത്ത് നിസ്കാരങ്ങളെ പൈക്കി അത്യുന്നതമായ ശ്രേഷ്ഠമുള്ള സുന്നത്ത് നിസ്കാരമാണ്. ഫർദ് നിസ്കാരം കഴിഞ്ഞുണ്ടായെങ്കിൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള സുന്നത്ത് നിസ്കാരം ഉണ്ടെങ്കിൽ അത് വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരമായിരിക്കണം. അങ്ങനെ മഹത്വങ്ങൾ അർഹിക്കണമെങ്കിൽ ഈ പരിശുദ്ധമായ നാളും നിസ്കാരവും നിസ്കരിക്കണമെങ്കിൽ ഈ വേളയിൽ ഞങ്ങളുടെ മനസ്സുക്ക് തട്ടുമ്പോഴത്തെ ചില വിഷയങ്ങൾ ഈ ടേബിൾ പഠിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ നാളിനെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആൻ നിങ്ങളുടെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളത് സുബ്ഹ് പ്രഭാതത്തെ തന്നെയാണ് സത്യം, സുബ്ഹ് ടൈമിടെ തന്നെയാണ് സത്യം. ഈ സുബ്ഹിനെ സത്യപിടിച്ചിട്ട് പരിശുദ്ധമായ ഖുർആൻ ചൊല്ലുമ്പോ ഈ സുബ്ഹ് ഏത് ചൊന്നിട്ട് ഇമാമിങ്ങളുടെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളത് ബഹുമാനപ്പെട്ട മുഫസ്സിറായ മുജാഹിദ് റളിയല്ലാഹു അൻഹുയുടെ ഫജ്റു യൗമിൻ നഹരി ഖാസ്വാ ഖുർആൻ ചൊന്ന് ആ സത്യപിടിച്ചെങ്കത്തെ സുബ്ഹ് പരിശുദ്ധമായ വലിയ പെരുന്നാളിന്റെ ഫജ്റാണ്. പരിശുദ്ധമായ വലിയ പെരുന്നാളിന്റെ സുബ്ഹ് ടൈമാണ്. വലിയ പെരുന്നാളിന്റെ സുബ്ഹിയുടെ പ്രമാദത്വമേ സത്യയിട്ടിട്ട് പരിശുദ്ധ ഖുർആൻ ചൊന്നുകൊണ്ടിരിക്കുമ്പോ ഒരു സത്യയിട്ട് ബഹുമാനിച്ച നാളാണ് ഞങ്ങൾക്ക് പാടി തന്നരേ. അവിടെയും ചൊല്ലൊരു സത്യമിട്ടിട്ട് ഇനൊരു ജാങ്കിൽ ഖുർആൻ ചൊന്നുകൊണ്ടുണ്ടോ അതിനെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ ചൊല്ലെ ഖുർആൻ ചൊന്ന ചൊല്ലെ ഈ നാൾ അത് വലിയ പെരുന്നാൾ നാളാണ്. അങ്ങനെ വലിയ പെരുന്നാൾ നാളുടെയും വലിയ പെരുന്നാൾ പ്രഭാതത്തെയും സത്യയിട്ടിട്ട് ഖുർആൻ ചൊല്ലുമ്പോ അതിലേ നിങ്ങൾക്ക്
എത്രമാത്രം ഗൗരവമുള്ള ഒരു നാളും പ്രഭാതമാണ് അല്ലാഹു തആല പാടി തന്നേ. ഈ സത്യമായിട്ട് ഖുർആൻ ഞങ്ങളോട് ചെന്നുകൊണ്ടുള്ളത് ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നിങ്ങളെ റബ്ബ് വലിയ സത്യങ്ങൾ എത്രയോ 10ഓളം വിഷയങ്ങളെ സത്യമായിട്ടിട്ട് പരിശുദ്ധമായ ഖുർആൻ ഞങ്ങളിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ടുണ്ടോ. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നിങ്ങളെ റബ്ബ് നിങ്ങളെപ്പോഴും സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കൂ. ഗൗരവമുള്ള വിഷയങ്ങളെ സത്യമായിട്ടിട്ട് വലിയ പെരുന്നാളിന്റെ സത്യമായിട്ടിട്ട് അല്ലാഹു ഞങ്ങളുടെ ചെന്നുകൊണ്ടുണ്ടോ. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നിങ്ങളെ റബ്ബ് നിങ്ങളെ നല്ലതുപോലെ നിരീക്ഷനാക്കിക്കൊണ്ടു നിങ്ങളെ മേൽനോട്ടാക്കിക്കൊണ്ടിക്കോ. നിങ്ങളെ മേൽ സദാ നിരീക്ഷ ആ റബ്ബ് കൊണ്ടാവും ചൊല്ലുമ്പോ വിരസപ്പെട്ട മുഅ്മിനീങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കുകൊണ്ടോ ഞങ്ങളെ ജീവനെ എങ്ങനെ പോയോണ്ടുണ്ടോ ചെന്നിട്ടു ഞങ്ങളെ ഓരോരോ ചലനവലനത്തെ നിരീക്ഷക റബ്ബ് എല്ലാ ടൈമിലും ഉണ്ടു ചെന്നിട്ട് അറിയിക്കുമ്പോ ആ റബ്ബിയുടെ നിരീക്ഷണക്ക് വിധേയമാവിടെ ഞങ്ങളെ ഓരോരോ ടൈമും ഓരോരോ ജാഗയും ഓരോരോ പ്രവർത്തനവും സൂക്ഷ്മമായ നിലക്ക് ഞങ്ങൾ മുന്നിലെടുത്തോട് കൊണ്ടു. നിങ്ങളെ ലോകത്തെ നേതാവ് ഏറ്റവും വലിയ നേതാവ് ഞങ്ങളെ പരിപാലിച്ച് ഞങ്ങൾക്ക് റിസ്ക് തന്നുകൊണ്ടുള്ളേ ഞങ്ങളെ മാലിക്കായ ഞങ്ങളെ യജമാനയുടെ ഒരു നോട്ട എല്ലാ ടൈമിലും സൂക്ഷ്മമായ നിലക്ക് ഞങ്ങളെ മേലിക്കുമ്പോൾ ആ നോട്ടത്തെ ഞങ്ങൾ എത്രമാത്രം മനസ്സിലാക്കണം. നിങ്ങളെ അതനുസരിച്ചുള്ള ജീവനം കാവണോ ചെന്നിട്ടാണിത് പടിപാട്ടേ. വലിയ പെരുന്നാൾ അല്ലാഹു ബഹുമാനിക്കുമ്പോ വിരസപ്പെട്ട മുഅ്മിനീങ്ങളെ ആ വലിയ പെരുന്നാൾ അല്ലാഹു ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വിഷയമാണ്. വലിയ പെരുന്നാൾ അല്ലാഹു നമുക്ക് വലിയൊരു അമലായ വലിയ പ്രതിഫലമുള്ള അമലായ ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത് ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ടാണ്. പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ട് ഇസ്ലാം ദീന്റെ 5 ഘടകങ്ങൾ 5 കാര്യങ്ങളിൽപ്പെട്ട ഹജ്ജുകളുടെ അമലിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെച്ചിട്ടുള്ളത് വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് മാത്രമല്ല ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വലിയ മില്ലത്തായിട്ട് വലിയ സുന്നത്തായിട്ട് അറിയപ്പെട്ട് അവിടെ തുടങ്ങിയ പോലത്തെ ഉമുഹിയത്ത് ചൊല്ലുന്ന ഖുർബാനി ഉമുഹിയത്ത് ചൊല്ലുന്ന ആ ഒരു അമല് അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളെയും വലിയൊരു ശിആറായിട്ട് അറിയപ്പെട്ട് വലിയൊരു അമലായിട്ട് അറിയപ്പെട്ട് ഉമുഹിയത്ത് ചൊല്ലുന്ന ആ അമലുണ്ടല്ലേ ആ അമലും അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ളത് വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അങ്ങനെ ചുരുക്കി ചൊല്ലേണ്ടായെങ്കിൽ പല അമലുകളെ സമാഹാരമായിട്ട് വലിയ പ്രതിഫലത്തോടു കൂടെയാണ് വലിയ പെരുന്നാൾ അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ നാളിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി നിസ്കാരങ്ങളും ഖുതുബകളും ദുആകളും തക്ബീറുകളും എല്ലാ ഉലുഹിയത്തുകളും അതുപോലെ തന്നെ അത് കുടുംബത്വങ്ങളെയും വിരുസത്വങ്ങളെ ബന്ധം യാറാക്കടയും അടക്കമുള്ള അമലുകളെ കൊണ്ട് ധന്യമാക്കണം മുഅ്മിനീങ്ങളെ. ഈ വലിയ പെരുന്നാൾ ആചരിക്കുന്ന ടൈമിലോ ഞങ്ങൾ മനസ്സിലാക്കണായ ഒരു വിഷയം വിരസപ്പെട്ട മുഅ്മിനീങ്ങളെ വലിയ പെരുന്നാൾ ചൊല്ലുമ്പോ ഇസ്ലാമികമായ ഏത് അമലുകളും ഇസ്ലാമികമായ ഏത് ആശയങ്ങളും ഇസ്ലാമികമായ ഏത് ഹബ്ബകളും വരുമ്പോൾ അതിരെ പിറവത്തിൽ ചൊമ്മ ചാരിത്രിക ഹിന്നലകളും ചൊമ്മ പാഠങ്ങളും ചൊമ്മ വിഷയങ്ങളും മിക്കട് ഇങ്ങനെയിക്കുമ്പോ പരിശുദ്ധമായ വലിയ പെരുന്നാൾ ഞങ്ങൾ ഓതി തണ്ട പോലത്തെ വലിയൊരു അമലാണ്, വലിയൊരു ചരിത്രമാണ്, വലിയൊരു പാഠമാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമുടെ ആ കുടുംബം സഹിച്ച ത്യാഗോജ്വലമായ ജീവനാ. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാട്ടി തന്നെ ത്യാഗോജ്വലമായ ജീവനാ. അത് പരിശുദ്ധ വലിയ പെരുന്നാളിൽ നിങ്ങൾക്ക് ഒരിക്കലും മറക്കുക സാധ്യമില്ല. ആ മഹാന്മാരെ കുടുംബം, ആ മഹാന്മാര് സഹിച്ച ത്യാഗങ്ങൾ, അങ്ങനെ അർപ്പണകൾ, അല്ലാഹുവിന് വേണ്ടി എല്ലാം സമർപ്പിച്ച് ആ മഹാകുടുംബത്തെ ആ വലിയ സംഭവങ്ങൾ ഓർക്കാണ്ട് വലിയ പെരുന്നാൾ ആചരിക്കണയിൽ അർത്ഥമില്ല. എത്ര കേട്ട ചരിത്രമെങ്കും
ആ ചരിത്രം നിങ്ങൾക്ക് ഓതി തന്റെ പാഠമുണ്ടല്ലേ. ചരിത്രം ചിലപ്പോൾ നിങ്ങൾ പലതും കേട്ടതായിരിക്കോ, പക്ഷേ ആ ചരിത്രയിലൂടെ നിങ്ങൾ പഠിക്കണായ മർമ്മമായ പാഠങ്ങൾ അത് എല്ലാ കാലത്തും എല്ലാ വിഷയത്തും പ്രസ്തുതമാണ്, ആവശ്യമാണ്. മുഅ്മിനീങ്ങളെ, ഏത് കാലഘട്ടത്തും ഏത് വിഷയത്തും ഏത് അമലുകും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബം സഹിച്ച ത്യാഗോജ്വലമായ ജീവന വലിയൊരു സ്ഫൂർത്തിയായിരിക്കട്. അതൊക്കെ വലിയൊരു ഞങ്ങൾക്ക് എല്ലാ നിലക്കുള്ള പുഷ്ടുണ്ട്, ഞങ്ങളെ അമലുക്ക് പ്രേരണ തണ്ട്. ഞങ്ങളെ ഈമാൻ ഭദ്രമാക്കുകയോ അമലാക്കുമ്പോ ആ അമലിന് നമുക്ക് യാറെ ഇഖ്ലാസ് കിട്ടുകയോ ഇതുപോലത്തെ ഓരോരോ വിഷയത്തിലും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ആ കുടുംബം സഹിച്ച ത്യാഗം ഉണ്ടല്ലേ, അത് നമുക്ക് വലിയൊരു പുഷാണ്, വലിയൊരു ഈമാനികമായ ശക്തിയാണ്. അങ്ങനെ അതിൽ നിങ്ങൾ സ്വീകരിക്കണോ. ബറക്കത്തിന് വേണ്ടി അതിലൊരു ചെറിയൊരു വിഷയത്തിൽ പ്രവേശിച്ചിട്ട് നിങ്ങൾ മുന്നിൽ പോവാം. വിരുദ്ധപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുയുടെ ഓർഡർ പ്രകാരം തന്റെ മഹദിയായ ആ ഹാജറ ഉമ്മയെയും അതുപോലെ മോനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ആ മക്കാ ഭൂമിയിൽ വിട്ടുവണ്ട ടൈമിലോ മക്ക ചൊല്ലത് അണ്ടത്തെ കാലത്തിലുള്ള മക്ക ഇണ്ടുള്ള പോലെ ജനനിബിഡമായ മക്കമല്ല, നിരന്തര ആത്മാർ ബന്ധപ്പെട്ടിരിക്കുന്ന മക്കമല്ല, 100% നിർജ്ജനമായ മക്കമാണ്. ഒരു വ്യക്തിയും ഇല്ലാത്ത മക്ക, ഒരു മനുഷ്യരും ഇല്ലാത്ത മക്ക. അതേപോലെ ആ മക്കാ ഭൂമി അണ്ട് ബരട് ഭൂമിയാണ്. അവിടെ മരങ്ങളില്ല, ഒരു ചെടികളും ഇല്ല, ഒരു തന്നി വരെ ഇല്ലാണ്ട് ഒരു നിലക്കും ജനവാസത്തിന് അയോഗ്യമായ മക്ക. ആ നിലക്കുള്ള മക്കത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അല്ലാഹു സുബ്ഹാനഹു തആല തന്റെ മക്കളെ തന്റെ മോന്റെയും പെഞ്ഞായുടെയും വിട്ടു പറഞ്ഞു ചെന്നിട്ടോ ഒരു ഓർഡർ പറയുമ്പോ വിരുദ്ധപ്പെട്ട മുഅ്മിനീങ്ങളെ, ആരാണ് ഹജറ ബീവി, ആരാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഇഷ്ട പെഞ്ഞായാണ്, വിരുദ്ധപ്പെട്ട പെഞ്ഞായാണ്, വിരുദ്ധപ്പെട്ട മോനാണ്. വളരെ സ്നേഹിക്കട കരളുടെ കഷ്ണം പോലെ സ്നേഹിക്കണമെങ്കിൽ ആ പെഞ്ഞായുടെയും മോണ്ടയാണ് വിട്ടുപറകു ചൊല്ലേ. അത്രയും വിരുദ്ധപ്പെട്ട തന്റെ സ്വന്തം പെഞ്ഞായുടെയും മോണ്ടയും അവിടെ പോയിട്ട് ആ മക്കാ ഭൂമിക്ക് വിട്ടുപറഞ്ഞു ചെന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർഡർ ആക്കുമ്പോ വിരുദ്ധപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുകൊണ്ടോ ബഹുമാനപ്പെട്ട മഹാൻ ആ ജാഗൽ വിട്ടിട്ട് തിരിച്ചിട്ട് പോകുമ്പോ ബഹുമാനപ്പെട്ട മഹദി ഹജറ ബീവി റളിയല്ലാഹു അൻഹ കേക്കട് എന്തൊരു വിഷയ ഒരു മനുഷ്യനും ഒരു വസ്തുമില്ലാത്ത ഈ ജാഗല് ഈ ഭൂമിയില് നന്റെ നിങ്ങ വിട്ടുകൊണ്ടമാ ഞങ്ങളെ നിങ്ങ വിട്ടുകൊണ്ടമാ. ആ ടേബിൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുപോക്ക് തിരിച്ചിട്ട് വരെ നോക്കില്ല. ഇങ്ങനെ പലക്കത്തെ കേട്ടിട്ടും ഒരു നിലക്കും മറുപടി ഇല്ലാണ്ട് അപ്പുറം പോകുമ്പോ 2-3 വട പോകുമ്പോ ബഹുമാനപ്പെട്ട മഹദീകം താടും ഇത് ബദ്ധഗന്ധമല്ല, ഇത്രയും പിരിച്ചപ്പെട്ട ഒരു നന്റെ മാപ്പുല നന്റെ ഈ ജാഗൽ ഇങ്ങനെ വിട്ടുപോലുണ്ടായെങ്കിൽ ഇതിലെ പെരോത്തുള്ള വലിയൊരു നിലക്കുള്ള അള്ളാഹുടെ ആജ്ഞയിക്കൂ ചെന്നിട്ടു ബഹുമാനപ്പെട്ട മഹദി കേക്കട് അല്ലാഹുല്ലദീ അമറക ബിഹാദാ, ഈ നിലക്ക് ഞങ്ങളെ നിങ്ങൾ വിട്ടുപോണുകോ നിങ്ങക്ക് അള്ളാഹുടെ ഓർഡർ വന്നിടാ. ഈ നിലക്ക് നന്റെ നിങ്ങൾ വിട്ടുപോണുകോ അള്ളാഹു നിങ്ങൾക്ക് ഓർഡർ ആക്കിറാ. അള്ളാഹുടെ കൽപ്പന ഉണ്ടാ ചെന്ന് കേൾക്കുമ്പോ ബഹുമാനപ്പെട്ട മഹാൻ ചൊല്ലുന്നാൻ അതേ ആ ടേമിലു ആ മഹദി അവിടെ നിന്ന് ചൊല്ലത് ഇതല്ല യുവീഉനാ, നന്റെ നിങ്ങൾ കൈപിടിച്ചു പോണുണ്ടല്ല. അള്ളാഹു ഏറ്റെടുത്ത വിഷയ, അള്ളാഹു ഓർഡർ ആക്കിയ വിഷയ, അള്ളാഹു നിങ്ങൾക്ക് കൽപ്പന തന്ന വിഷയ. ഒരിക്കലും അള്ളാഹു നിങ്ങളെ കൈവിടല, അള്ളാഹു നിങ്ങളെ കൈവിടല. തവക്കുലുടെ വലിയ പേര് കേട്ട കുടുംബമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബം. അള്ളാഹുടെ മേൽ സമർപ്പിച്ചിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മക്കയിൽ നിന്ന് പുറത്തു പോകുമ്പോ പിരിച്ചപ്പെട്ട മുഅ്മിനീങ്ങളെ 2ാമത്തെ വിഷയമാണ്
ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമുക്ക് 86 വർഷം ആവുടെ ടൈമിലോ അല്ലാഹുരൊട്ടിಗೆ ദുആർന്നിട്ട് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ ഒരു കിടാവ് പേരുണ്ട് ദുആർന്ന ടൈമിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തോടു കൂടെ കൊടുത്തെങ്കിത്ത് ആ ഒരു പിഞ്ചു കിടാവാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാമുടെ അത്രയും പിരിച്ചപ്പെട്ട വയസ്സര കാലഘട്ടത്തിൽ കിട്ടിയ 86 വർഷം കാത്തിട്ട് കിട്ടിയെങ്കിൽ ആ കിടാവിടെ അർക്കൊടു ചെന്നിട്ട് ഒരു ഓർഡർ തരുമ്പോ പിരിച്ചപ്പെട്ട മുഅ്മിനെ ലോകത്തിന് ആർക്കെങ്കിലും ഈ വിഷയം കേട്ടിട്ട് സഹിക്കുക സാധ്യമുണ്ടാ? ഇല്ല, ഇല്ല, ആരെ കൊണ്ടും സഹിക്കുക സാധ്യമില്ല. പക്ഷേ അല്ലാഹുവിന്റെ 100% അനുസരിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ഓർഡറുകളെ 100% ആയിട്ട് അനുസരിക്കണേ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ടൈമിൽ അതുക്ക് വേണ്ടി എല്ലാ സകല സിദ്ധതയോടുകൂടെ റെഡിയാവിടോ. കത്തിയുമായി, നല്ല മൂർച്ചയുള്ള കത്തിയുമായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിടെ അവിടെ നിന്ന് കിടമാടിയിട്ട് ആ കഴുത്തിനുമേൽ കത്തി വീക്കുമ്പോ സുബ്ഹാനല്ലാഹ് മുഫസ്സിരീങ്ങൾ ചൊല്ലാറ് ഒരു ചൊമ്പുടെ ഒരു പ്രത്യേകമായ ഒരു ചൊമ്പുടെ ഒരു പലക പോലത്തെ വസ്തു, ചൊമ്പ് കൊണ്ടുണ്ടാക്കപ്പെട്ട ഒരു വസ്തു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കഴുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ട് ആ കത്തിൽ ഒരു നിലക്കും ഒരു അംശവും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ശരീരം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ശരീരത്തിക്ക് ആ കൽത്തിലോട് വെച്ചെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കത്തി ഇങ്ങനെ വെച്ച ടൈമിലോ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ കൽത്തിരമുട്ട അള്ളാഹു ഉണ്ടാക്കിയ ആ ചൊമ്പുടെ കഷ്ടത്തെ കാരണത്തിലുണ്ട് ചില മുഫസ്സിരീങ്ങൾ ചൊല്ലാറ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറുക്കിട ടൈമിൽ അല്പ പോലും ചെറിയൊരു നമ്പല പോലും ഒരു രക്ത പോലും വരാണ്ട് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ അറുക്കെടുത്തിട്ട് അള്ളാഹു നിപ്പാടിയിട്ട് ചൊല്ലോ, യാ ഇബ്രാഹിം ഖസ്സദ്ദഖ്ത റുഅ്യാ, നിങ്ങൾ അള്ളാഹു ചൊന്നെങ്കത്തെ ഓർഡർ നിങ്ങൾ 100% നിങ്ങൾ അംഗീകരിച്ചിരാറ്. ഈ വിഷയത്തിൽ നിങ്ങൾ എന്തിരാറ് നിങ്ങൾ അറുക്കിട വേണ്ട ചൊന്നിട്ടു സ്വർഗത്തിൽ 40 വർഷമേ ഞങ്ങളത്തെ ആ പ്രത്യേകമായ ആടുകുട്ടി എടുത്ത് വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സമർപ്പനാക്കിയിട്ട് അതിന് അർക്കുക വേണ്ടി ചൊല്ലുമ്പോ പിരിസപ്പെട്ട മുഅ്മിനീകളെ ഇതിൽ മനസ്സിലാക്കുകൊള്ളേ ആ മോൻ ആ ടൈം ഏർക്കിട ടൈമിലോ അള്ളാഹുടെ ഓർഡർ ചെന്ന നിലക്ക് ആ അതിനെ 100% സ്വീകരിച്ചെങ്കിത്തെ മോൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മോൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ആയിരിക്കണം. ഈ നിലക്ക് 100% സമർപ്പണ മനോഭാവം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ കുടുംബത്തിൽ ഇന്നത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ എത്ര ജാഗിൽ ചെന്നുകൊണ്ടുണ്ടോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്ത് നിങ്ങൾ അനുസരിക്കോറോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവനെ നിങ്ങൾ അനുസരിക്കോറോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നിങ്ങൾ മോഡലാക്കോറോ. ലഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിഷയത്തിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒട്ടികയിന്നെങ്കത്തെ ആ കുടുംബവും ആ മുഅ്മിനീങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് വലിയ മാതൃകയുണ്ടോ, നല്ല മാതൃകയുണ്ടോ? നിങ്ങളെ ജീവനത്തുക, നിങ്ങളെ പ്രവർത്തനത്തുക, നിങ്ങളെ ഈമാനുക, നിങ്ങളെ എല്ലാ നിലക്കുള്ള വിഷയത്തുക ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിങ്ങൾക്ക് വലിയൊരു മാതൃകയാണ്. ഉസ്വ ചെന്നെങ്കിൽ മോഡൽ. അപ്പൊ മോഡലായിട്ട് സർവ വിഷയത്തും കാണണോ ചെന്നിട്ടു ഞങ്ങൾ റസൂലുള്ളാഹി ഞങ്ങളെ ശരീഅത്തിന് വിരുദ്ധമാവാതെ ഇത് അംഗീകരിക്കട എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ നബിയും കൂടി അംഗീകരിക്കട സർവ്വ വിഷയവും ഞങ്ങൾ അനുസരിക്കണതായത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആയതാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ മോഡൽ ചെന്നത് കൊണ്ട് ഹദീസുകൾ പരിശോധിച്ചും കൊണ്ടാവുള്ളൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദീനിലുള്ള എത്രയോ ആചാരങ്ങൾ സുന്നത്തുണ്ട് ഞങ്ങൾ ചൊല്ലെങ്കിൽ ചില കർമ്മം അതടക്കമുള്ള വീശഘട്ടാക്കൾ ഇബാദത്ത് പോലോത്ത എത്രയോ നിലക്കുള്ള അമലുകൾ വന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അമൽ ചെന്നിട്ടും ഹബീബുനാ റസൂലുള്ളാഹി പ്പെട്ട മുഅ്മിനീങ്ങളെ നല്ല ശക്തിയുള്ള ഈമാനുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഏത് വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു ചെന്നെങ്കും ഒരു മടിയില്ലാണ്ട് സ്വീകരിച്ചെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അല്ലാഹു തആല കൊടുത്ത സ്ഥാനം വലഖദ് ഇസ്തഫൈനാ
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുടെ ഞങ്ങൾ സെലക്ട് ആക്കിടാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുടെ സർവ്വ വിഷയത്തിലും ഞങ്ങൾ സെലക്ട് ആക്കിടാം. ആഖിറത്തുൽ വലിയ സ്വാലിഹീങ്ങളിൽ പെട്ട മഹാനാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചെന്നിട്ടു പരിശുദ്ധ ഖുർആൻ ചെന്നിട്ട് ഇന്നുണ്ടായെങ്കിൽ അങ്ങനത്തെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുടെ ആ കുടുംബം നിങ്ങൾക്ക് വഴിമാറ്റിയെ വലിയ നിലക്കുള്ള ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും ഞങ്ങൾ വലിയൊരു മാതൃകയായിട്ട് ഞങ്ങൾ അതിനെ കാണുന്നു. ഞങ്ങളെ സർവ്വ വിഷയത്തിലും അതിനെ നിങ്ങൾ മോഡലായിട്ടേ കാണണം. ചരിത്രം മാത്രം കേട്ടത് കൊണ്ടായില്ല ബന്ധപ്പെട്ട മുഅ്മിനീങ്ങളെ, എപ്പോഴും കേൾക്കേണ്ട വിഷയമാണ്. പക്ഷെ അതിലുള്ള പാഠങ്ങൾ എപ്പോഴും നിങ്ങൾ ഉൾക്കൊള്ളണമെന്നുള്ള വിഷയത്തിലാണ് നിങ്ങൾക്ക് പിറവ് വന്നുകൊണ്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പേരിലുള്ള ഉളുഹിയത്തും ഈ നിലക്കുള്ള പെരുന്നാളുകളും ഹജ്ജുകളും സർവ്വ അമലുകളും വർഷത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് വന്നുകൊണ്ടുണ്ടോ. പക്ഷേ അതിലുള്ള പാഠങ്ങളും അതിലുള്ള വിഷയങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അളവടിസ്ഥയിലാണ് ഞങ്ങൾ പിറവടിച്ചുകൊണ്ടുള്ളത്. വിരുദ്ധപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിലെ പാഠങ്ങൾ ആ ചരിത്രത്തിലുള്ള പാഠങ്ങൾ അനുസരിക്കുന്ന വിഷയത്തിലാണ് ഞങ്ങൾ പിറവടിച്ചുകൊണ്ടുള്ളത്. മനസ്സിലാക്കണോ, അല്ലാഹുടെ ആജ്ഞ സദാസമയത്തും ഞങ്ങൾ 100% അനുസരിക്കാനാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേന്ദ്ര പരിപാടിത്ത അതിനെ 100% അനുസരിക്കാനാവണം. ആ ഖുർആനും ഹദീസിലും ചെന്ന വിഷയം ഉസ്താദുമാർ നമുക്ക് ചൊന്തറുമ്പോ അതിലെ ഒരു നിലക്കും ഞങ്ങൾ പിറവടിക്കാണ്ട് ആ വേദങ്ങൾ കേട്ടിട്ട് ജീവനത്തിൽ അളവടിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പെരുന്നാൾ ആചരിക്കുന്നതിന്റെ ഭാഗമാണ്. ന്യായത്തുകും നീതികും ഹക്കുകും അത് ഒന്നും അപരിപ്പര നോക്കാണ്ട് അതിൽ ചാച്ചു തപ്പാണ്ട് 100% അനുസരിക്കണമെന്ന് சொல்லிட்டு വലിയൊരു ആജ്ഞയാണ് ഈ പെരുന്നാൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്ക് ആദരം അറിയിച്ചുകൊണ്ടുള്ളത്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്ന വിധികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വടിമാട്ടിയ വിധികൾ, ഇമാമീങ്ങ വടിമാട്ടിയ വിധികൾ, ആലിമീങ്ങ വാദനോട് സ്വന്തണ്ടെങ്കിയ വിധികൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാണ്ടിക്കോ. പക്ഷേ ഞങ്ങളെ ഇഷ്ട നോക്കിട്ട ഞങ്ങളെ അനിഷ്ട നോക്കിട്ട ഞങ്ങളെ തടിക്കാവൂട ഞങ്ങളെ തടിക്കാവൂല്ലേ, ഞങ്ങളെ കുടുംബത്തുകാവൂട ഞങ്ങളെ കുടുംബത്തുകാവൂല്ലേ, നിന്റെ മക്കകാവൂട നിന്റെ പെഞ്ഞായി കാവൂട നിന്റെ ചങ്ങായി കാവൂട നിന്റെ പാർട്ട്ണർ കാവൂട നിന്റെ രായത്തൻ കാവൂട ചെന്നിട്ടു ആ ഒരു വിധിയൊന്നുമില്ലാണ്ട് ഇത് അള്ളാഹുടെ തീരുമാന, ഇത് റസൂലുള്ളാഹി തങ്ങളുടെ തീരുമാന, അത് ദീന്റെ തീരുമാന ചെന്ന നിലക്ക് ഇൽമുടെയും അതുപോലെ ദീനി ശരീഅത്തിലെ വിധികളും അനുസരിക്കണമെന്നുള്ള ഏറ്റവും വലിയ പാഠമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഈ ചരിത്രം നിങ്ങൾക്ക് വഴിപാടി നിന്നുകൊണ്ടുള്ളത്. ഞങ്ങളെ തടിക്കൊത്തിട്ടു, ഞങ്ങളെ മൈൻഡ് കൊത്തിട്ടു, ഞങ്ങളെ തടിയിലെ ഞങ്ങളെ കുടുംബത്തെ ആചാരത്ത് കൊത്തിട്ട് ദീൻ ചൊല്ലണു ചെന്നുണ്ടായെങ്കിൽ, അല്ല ഞങ്ങളെ രായത്തെ ഇത് കൊത്തിട്ട് ദീൻ ചൊല്ലണു ചെന്നുണ്ടായെങ്കിൽ പിരിസപ്പെട്ട മുഅ്മിനീങ്ങളെ അത് ദീനാവില്ല, അത് ദീനാവില്ല. പരിശുദ്ധമായ ഇസ്ലാം ദീൻ ഇണ്ടും 1400 വർഷങ്ങൾ കഴിഞ്ഞെങ്കും ഇണ്ടും ഹക്കായിട്ട് അത് നിലനിന്നുണ്ടായെങ്കിൽ അതിലെ പിറവത്തിലുള്ളതേ ഒരിക്കലും അടിപതരാത്ത ഈമാനുകളും ഒരിക്കലും ചേഞ്ച് ആവാത്ത റൂലുകളാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിപാടി ഒന്നുണ്ടോ, അലൈക സംഅ വത്വാഅ, അലൈക സംഅ വത്വാഅ, നീര് സദാ സമയത്തിലും അല്ലാഹു ചെന്ന വിഷയങ്ങൾ, ദീൻ ചെന്ന വിഷയങ്ങൾ, ദീൻ ആലിമീങ്ങ ചൊന്തറുമ്പോ ഖുർആൻ ഒരു വിഷയം ചൊന്തറുമ്പോ 100% അനുസരിക്കണമെന്ന് നീനാവണോ, കേട്ടിട്ട് അനുസരിക്കണമെന്നാവണോ, കേൾക്കുകയും വേണോ, അതിനെ 100% ഉൾക്കൊള്ളിടവും നീനാണോ. ഏത് ടൈമിൽ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലേ നിക്ക് പ്രയാസം എന്ന ടൈമിലായിരിക്കും നിക്ക് ആ വിഷയം, ചിലപ്പോ നിന്റെ പ്രയാസ ടൈമിലായിരിക്കും ആ വിഷയം കിട്ടേ, ഒയുസരിക്കാൻ നിന്റെ സന്തോഷ വേളയിലായിരിക്കും ആ വിഷയം, ഓ മനസ്സത്തിക്ക് എനിക്ക് വലിയ ഉന്മേഷമുള്ള ടൈമായിരിക്കും ആ വിഷയം കിട്ടുക, എനിക്കത് ആവേശമുള്ള വിഷയമായിരിക്കും. ഓ മക്രഹിക്കാൻ എനിക്ക് വെറുപ്പിക്കും ആ വിഷയം എനിക്ക് ഇഷ്ടയിക്കല, വാസറത്തൻ ആലേക്കാൻ എനിക്ക് എതിരായ നിലക്കുള്ള തീരുമാനമായിരിക്കും. പക്ഷേ എന്ത് നിലക്കുള്ള വിധികളാണെങ്കിലും ഇസ്ലാം ദീൻ ചൊന്ന വിധി, ഖുർആൻ ചൊന്ന വിധി, ഹദീസുകൾ ചൊന്ന വിധി അതിൽ 100% ചാച്ചുതപ്പാണ്ട് പാലന ആക്കണു ചൊന്നിട്ടു പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ പരിപാടി നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പരിശുദ്ധമായ പെരുന്നാളിലെ വലിയ നിലക്കുള്ള സന്ദേശമേ അതായിട്ടുള്ള മുഅ്മിനീങ്ങളാണ്. പിരിസപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കുടുംബം നമുക്ക് പരിപാടിയെങ്കിൽ ത്യാഗോജ്വലമായ ജീവനം സദാ നിങ്ങളെ ജീവിതത്തിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. മുഅ്മിനീങ്ങളെ, പെരുന്നാളിന്റെ ഒരു വാതികൾക്ക് സീമിതമായിട്ട് ജീവിതത്തിൽ ഏത് ഘട്ടത്തിലും ഏത് ടൈമിലും
ഏത് ചലിയുടെ ടൈമിലും സുബഹി നിസ്കാര കളാക്കുക നിങ്ങളെ കൊണ്ട് സാധ്യമാവുക തീറ. ഇങ്ങനത്തെ ചൂട്ട ടൈമിലും ഒരു നോമ്പ് വരെ പിടുക്ക് നിങ്ങളെ കൊണ്ടാവുക തീറ. വിശപ്പെട്ട മുഅ്മിനീങ്ങളെ ബച്ചലുകളും വേറെ ഒന്നും അമലുകൾക്ക് നിങ്ങൾക്ക് തടസ്സമായിട്ട് പറയുക. അതേപോലെ ഏത് ന്യായങ്ങളും ഒരു ഹക്കുകളും അത് നിങ്ങളെ കുടുംബമാ, നിങ്ങളെ ചങ്ങായ, അല്ലെ ഞങ്ങളെ റായത്തോണ, അത് എന്നും അതുക്കില്ല. 100% അനുസരിക്കണു ചൊല്ലി എല്ലാ വിഷയത്തിലും 100% ചാച്ചു തപ്പാണ്ട് പാലനാക്കണു ചൊല്ലിതാണ് ഈ ചരിത്രങ്ങളും ഹദീസുകളും നിങ്ങൾക്ക് പിടിപാടി തന്നുകൊണ്ടുള്ളത്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നുണ്ടോ, ലതത്തബിഅന്ന സനനല്ലദീന മിൻ ഖബ്ലികും ശിബ്റൻ ബിശിബ്ർ. ഓ സമുദായമേ, ഒരു കാലവറവുണ്ടോ, ആ കാലവറുമ്പോ നിങ്ങൾ ഉണ്ടല്ലേ മുൻഗാമികളായ ജാഹിലിയായ സംസ്കാരങ്ങളെ അനുഗമിച്ചുകൊണ്ട് കൊണ്ടാർ മുൻ കഴിഞ്ഞു പോയ ആൾമാരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ചൊല്ലേ, മുന്നത്തെ ആൾമാരെ അനുസരിച്ചുകൊണ്ട് കൊണ്ടാർ ശിബ്റൻ ബിശിബ്ർ, ചാണ്ട് കണക്കായിട്ടും മുളം കണക്കായിട്ട് നിങ്ങൾ അനുസരിച്ചുകൊണ്ട് പോവാർ. ഞങ്ങളെ മുൻകാലത്തെ ആൾമാരെ നിങ്ങൾ അനുസരിച്ചുകൊണ്ട് പോവാറ്. ഏത് മുൻകാലത്തെ ആള്? പിന്നെയും സഹാബത്ത് കേൾക്കട്ടെ, ആരാണ് നബി നിങ്ങൾ ഉദ്ദേശിച്ചത്? സ്വാലിഹീങ്ങളാ അല്ല. ഒരു കാലവറവുണ്ടു അണ്ട് നിങ്ങൾ മുൻകാലത്തെ ബെടക്ക് ആൾമാരെ യഹൂദി നസ്വാറ ജാഹിലിയായ കാലഘട്ടത്തിലുള്ള സംസ്കാരങ്ങളെ പെറുത്തിൽ നിങ്ങൾ പോവാറ്. ഹത്താ ലൗ ദഖലൂ ഫീ ജുഹ്രി റബ്ബ്, ഈ നിലക്കുള്ള അമുസ്ലിമായ ആചാരങ്ങൾ ആക്കട ആൾമാർ, മുസ്ലിം വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ആക്കട ആൾമാർ ഒരു ഒടുമ്പുടെ പൊത്തുകു നൂണ്ടേണ്ടായെങ്കും ലത്തബഅ്തുമൂഹും, അതിനെ പെരുത്തിലും നിങ്ങൾ പോവാർ. അത്രയും ചാശു തപ്പാട്ട് അനിസ്ലാമിക സംസ്കാരത്തെ പെരുത്തിലും നിങ്ങൾ പോണ്ടെങ്കിത്തൊരു സാഹചര്യ ഈ ഭൂമി ലോകത്തേക്ക് പറകൊണ്ടു ചെന്നിട്ടോ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പ്രവചിച്ചിട്ട് നേടായെങ്കിൽ പിരിസപ്പെട്ട മുഅ്മിനീങ്ങളെ ഞങ്ങൾ അർച്ചനാക്കുന്ന നിങ്ങളെ ഡ്രസ്സുക, നിങ്ങളെ മുടിയുടെ കെട്ടുക, നിങ്ങളെ പലക്കങ്ങൾ, നിങ്ങളെ ഔത്തര ആചാരങ്ങൾ, നിങ്ങളെ കുടുംബത്തെ സെറ്റപ്പുകൾ, നിങ്ങളെ മങ്ങിലകൾ, നിങ്ങളെ താരാട്ടുകൾ, നിങ്ങളെ ഫാഷനുകൾ എല്ലാം ഇസ്ലാമിക വിരുദ്ധമായ അമുസ്ലിമീങ്ങളായ ആൾമാർ കാട്ടിയ പാശ്ചാത്യ സംസ്കാരങ്ങളെ പെറുത്തുള്ളൂ. യഹൂദി നസാറ പോലത്തെ ജാഹിലിയായ ആൾമാരെ ആ സംസ്കാരത്തെ പെറുത്തുള്ളൂ. ഞങ്ങൾ ഗുന്തില്ലാണ്ട് പോയോണ്ടുണ്ടാച്ചുള്ള വിഷയം ഞങ്ങൾ അർച്ചനാക്കുകൊണ്ടു. പിരിസപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരിക്കലും ഞങ്ങളെ തടി ഫാഷൻ്റെ ഇഷ്ടപ്പെട്ടെങ്കും, ഞങ്ങളെ മക്ക എന്തിനു ചെന്നെങ്കും, ഞങ്ങളെ പെഞ്ഞായിമാരെന്തിനു ചെന്നെങ്കും, ഞങ്ങളെ കുടുംബം എന്തിനു ചെന്നെങ്കും ദീന്റെ വിഷയത്തിൽ മുലാദില്ലാണ്ട് അനുസരിക്കണം ചൊല്ലിങ്കത്തെ വലിയൊരു സന്ദേശമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പടിപാട്ടിയോടുള്ളത്. ഞങ്ങളെ ഡ്രസ്സുക ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഞങ്ങളെ പാലക്കാരിട്ടുള്ള ബായിൽ ബണ്ട പലകങ്ങൾ, പാട്ടുകൾ, പിരിസപ്പെട്ട മുഅ്മിനീങ്ങളെ മൊബൈലിൽ ഉപയോഗിക്കുന്ന സ്റ്റേറ്റസുകൾ, ഫേസ്ബുക്കിലും ഇന്നിത്ര ഇൻസ്റ്റാഗ്രാമിലും കടത്തിരംഗത്തെ ഓരോ പോസ്റ്റുകളും എന്തെല്ലാം നിലക്കുള്ള ഏതാ സംസ്കാരത്തെയാണ് കാട്ടിയോണ്ടുള്ളത്. പോട്ടു ഞങ്ങളെ ഊത്തിൽ നടക്കുന്ന മങ്ങിലകൾ ഇസ്ലാമിക വിരുദ്ധമായോണ്ടുണ്ട്. മങ്ങില ചെന്നെങ്കിൽ എന്തിന് ഒരു ആണ്ടമാ പെണ്ണിടമാ ശാശ്വത ജീവിതത്താരംഭമാണ്. ശാശ്വത ജീവിതത്താരംഭം സ്വർഗത്തിലാണ് യഥാർത്ഥത്തിൽ ദമ്പതികളായി ജീവിക്കുന്നതോടെ അല്ലാഹു എല്ലാവർക്കും ആ ഭാഗ്യം നൽകുമാറാകട്ടെ. പിരിസപ്പെട്ട മുഅ്മിനീങ്ങൾ, ആ ശാശ്വതമായ ജീവിതത്താരംഭവും ഖിയാമത്ത് നാൾ വരെ ഞങ്ങളുടെ സന്താന പരമ്പര ഈ ഭൂമി ലോകത്ത് ഒഴിയണം. അതിൽ ആരംഭമാണ് മങ്ങില. ഇത്രയും പവിത്രമായ മങ്ങില അനാചാരത്തെ വലിയൊരു കോപ്പയായി വന്നുകൊണ്ടുണ്ട് ഓരോരോ രായത്തിലും. ഞങ്ങളുടെ രായത്ത് അല്ലാഹു പൂർണ്ണമായ ഇസ്ലാമികമായ മങ്ങിലായിട്ട് അല്ലാഹു ആക്കി തരുമാറാകട്ടെ. ആണും പെണ്ണും സമ്മേളനങ്ങൾ ഒട്ടാവിടെ, മ്യൂസിക് പാട്ടുകളും അതുപോലെ അനിസ്ലാമിക ഡ്രസ്സുകളും ആഹാരങ്ങളും ഇന്നിത്ര ഇസ്രാഫുകളും, എന്നിട്ട് എന്തെല്ലാം പേരുള്ള വീട്ടുകൂടൽ, ആണും പെണ്ണും ഒരുമിച്ച് നിന്നിട്ട് എന്തെല്ലാം പാട്ട് പാടിയിട്ട് അവിടെ വീട്ടുകൂടലുകളും എല്ലോടെ അറബിയുടെ എന്തെല്ലാം ഡേകൾ വെച്ചിട്ട് ഞങ്ങൾ ആ മങ്ങിലത്തെ പവിത്രത്തെ ഞങ്ങൾ ബെടക്കാക്കി കൊണ്ടുള്ള ചൊല്ലൊരു വിഷയ വളരെ ഖേദപൂർവമായി ഞങ്ങൾ മനസ്സിലാക്കണം. പെണ്ണ് നോക്കുമ്പോഴേ തുടങ്ങരുത്, പെണ്ണ് നോക്കരുത് മാത്രമേ ഇസ്ലാം അനുവദിക്കട്ടെ. കൈക്ക് മോതിരിടുന്നു ചെന്നിട്ട് ഒരിക്കലും സമ്മതമില്ല. ആണെങ്കിൽ അന്യപുരുഷനായിട്ട് നിക്കാഹ് അവിടെ എടുത്തോളൂ. പിന്നെ നോക്കിയതോടുകൂടെ സ്വന്തം പെഞ്ഞായല്ല. എങ്ങനെ നിങ്ങൾ പെണ്ണ് നോക്കുന്ന ആചാരം മനസ്സിലാക്കണം. മുഅ്മിനീങ്ങളെ, ഒരു പെണ്ണ് നോക്കണേ ചെന്നെങ്കിൽ ഓർക്ക പോയിട്ട് ചെറുക്കമാമ്പ ആറ് നോക്കി പെണ്ണ് ഉമ്മമാ നോക്കി പണ്ടാറ് പാസ് ചെയ്തിട്ട് 100 വിളിച്ചിട്ട് വിളിച്ച പോണ്ട. ആ ടൈമില് രണ്ടാമത് വിളിച്ച പോയ ടൈമിലോ ആൾമാരെ രാശിയിൽ വിളിച്ച പോകുമ്പോൾ 100% ഈ പെണ്ണ് ഇഷ്ടം ചെന്നിട്ട് ആയതുകൊണ്ടല്ലേ പോണ്ടേ.
രണ്ടാമത് ഈ പെണ്ണിന്റെ പിറവ് നോക്കുമാറ് ഹറാമല്ല മുഅ്മിനീങ്ങളെ. ഒരു പെണ്ണ് ഓർക്ക നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുണ്ടായെങ്കിൽ രണ്ടാമത് ആ പെണ്ണിനെ നോക്കുന്നത് ഹറാമോ ചെന്നിട്ടു. തുഫ പോലത്തെ എത്ര കിതാബുകളിൽ ചെന്ന വിഷയമാണ്. എന്നിട്ട് എല്ലാവരും പോയിട്ട് ആ പെണ്ണിനെ നോക്കിടല്ലേ, ആർക്ക് അനുമതിയുണ്ടോ? ഹറാമല്ലേ പിരിച്ചപ്പെട്ട മുഅ്മിനീങ്ങളെ. മങ്ങിലകളും ബില്ലിതരും അതിനൊരു അമലുടെ ബദലായിട്ട് പ്രതിഷ്ഠയുടെ സങ്കേതമായിട്ട് വന്നുകൊണ്ടുണ്ട്. കുടുംബത്തിലുള്ള പാപത്തങ്ങ നിരക്കരായത്തുള്ള പാപത്തങ്ങൾ അവഗണനാക്കിയിട്ടുള്ള മങ്ങില ഒരിക്കലും നിങ്ങൾ ദാവുതീറ പൈസ്തകം പേരുള്ള ബന്ധമുണ്ടായെങ്കിൽ ഞങ്ങൾ മങ്ങിലത്തേക്ക് ഒരു ഗ്രേഡ് കിട്ടും.